ജനുവരി തുടങ്ങി വെള്ളത്തിന്റെ കളറ് ഇതാ വരുന്നത്. മഴ സമയത്താണെന്നുണ്ടെങ്കിൽ തെളിയും. അപ്പൊ ഞങ്ങൾ തുണി അലക്കണതും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും എന്താ പറയാ, അലക്കണത് മുഴുവനും വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഈ കളറിലാണ്. ക്ലിയർ ആയില്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഓക്കെ. അപ്പൊ നമ്മളിലേക്ക് എത്തപ്പെടാനുള്ള കാരണം എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത്? നമ്മുടെ ഈ ഒരു കോണ്ടാക്ട് അങ്ങനെ കിട്ടിയത്? ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന വീട്ടിലെ ചേട്ടന്റെ അഭിപ്രായം ചോദിച്ചു. അപ്പൊ ആളുകളായിട്ട് കോണ്ടാക്ട് ആയതല്ലേ? ഓക്കെ, ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും പുത്തമ്പലിക്ക് എത്തിക്കേണ്ട. പുത്തമ്പലിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു വെസൽ ഫിൽട്രേഷന്റെ വർക്ക്. നമ്മുടെ പുത്തമ്പലിക്കര പഞ്ചായത്ത് സെക്രട്ടറി റോഷൻ സാറിന്റെ വീടിന്റെ തൊട്ട് ബാഗിലായിട്ടാണ് ഈ ഒരു സൈറ്റ്. അപ്പൊ ഇവിടുത്തെ കസ്റ്റമർ പേര് സിനി എന്നാണ്. സിനി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. വെസൽ പിടിപ്പിക്കാനാണ്. അപ്പൊ ഞാൻ നേരെ അകത്തോട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ബയോ. നമ്മളിത് വെസൽ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. നമ്മുടെ ഗ്രാവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇറങ്ങി വരുന്ന ലൈനിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇതാണ് 1.5 ഇഞ്ച് ലൈൻ. അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മളുടെ വെസല് പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സകല സാധനങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീഡിയ ഉണ്ട്, വെസൽ ഉണ്ട്, നമ്മുടെ പ്ലംബിംഗ് ഐറ്റംസ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ റോഷൻ സാറിന്റെ വീട്ടിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ട ആ ഒരു ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെയാണ്. അതായത് അവിടത്തേക്കാളും കുറച്ചും കൂടി അയണിന്റെ സാധനത്തിൽ ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. ഡിസോൾവ് ആയി കിടക്കുന്ന അയാണ്. പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണൂല. അപ്പൊ അങ്ങനെ ഒരു അയന്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ pH-ന്റെ ബുദ്ധിമുട്ട്. റോഷൻ സാറിന്റെ വീട്ടിൽ ആ ഒരു ക്വാളിറ്റിയുടെ സെയിം അത് ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി അയൻ കൂടുതലാണെന്നുള്ളൂ. അപ്പൊ 13 വയസ്സിലാണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലുള്ള കാര്യം നമ്മളൊന്നുകൂടി സൂചിപ്പിക്കേണ്ട. നമ്മുടെ വർക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. നമ്മുടെ ടാങ്കിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോ ടാങ്കിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. അയനുള്ളതിന്റെ പേരിലാണ് ഈ ഒരു കളർ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ടാങ്കിന്റെ ഉള്ളിൽ.
വന്നേക്കാം കേട്ടോ. നേരെ നമുക്ക് ഇവിടെ നമ്മളുടെ ടാങ്കിന്റെ മൂടി മാറ്റിയിട്ട് ഇവിടെ നമുക്ക് നെറ്റ് അടിക്കേണ്ട ആവശ്യകതയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള സെയിം സംഭവം തന്നെയാണ്. നമുക്ക് ഓക്സിഡേഷൻ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് നെറ്റ് അടിച്ചിട്ട് വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ കൂടാതെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഫില്ലിങ്ങും അതേപോലെ തന്നെ പ്ലംബിങ്ങിന്റെ ലൂപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ടാങ്കിലാണെങ്കിൽ വെള്ളമില്ല, അപ്പൊ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് വാഷും ചെയ്യാം. അപ്പൊ പ്രഷർ ബാക്ക് വാഷിലേക്ക് ഇടണം തന്നെ. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ബാക്ക് വാഷ് ഒക്കെ ക്ലിയർ ആക്കി, ബാക്ക് വാഷ് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഞാൻ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരാം. ഇത്ര നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ടാങ്കിലെ വെള്ളത്തിന്റെ കളർ കാണാം. എത്ര നമുക്ക് അതിനകത്ത് വന്നടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു വെള്ളത്തിനാണ് നമ്മൾ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയേക്കണത്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെയും നമ്മുടെ റോ വാട്ടറിന്റെയും കൂടി കളർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാവും. ഇത്രയും വ്യത്യാസമില്ല കേട്ടോ. ഇത് നമ്മുടെ പ്രൊഡക്റ്റും ഇത് നമ്മുടെ റോ വാട്ടറുമാണ്. ടാങ്കിനകത്ത് വന്ന് വീഴുന്ന വെള്ളത്തിന്റെ കളറാണത്. അപ്പൊ ഞാനേ ഇതിന്റെ ഡീറ്റെയിൽസ്, അതായത് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടായില്ല, നമ്മുടെ കസ്റ്റമർ കൂടി ഉണ്ട്, സിനി ചേച്ചി. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്തായിരുന്നു അവരുടെ പ്രശ്നം. ഇതൊക്കെ നമുക്ക് കസ്റ്റമറുടെ അഭിപ്രായം അവരെ നേരിട്ട് തന്നെ അറിയുന്നല്ലേ നല്ലത്. അപ്പൊ അതേ ചേച്ചിൻ്റെ കൂടെ ഞാൻ വിളിക്കാം. ചേച്ചി വായോ. നമ്മുടെ വർക്ക് കഴിഞ്ഞു ചേച്ചി. അപ്പോ വെള്ളം ഒന്ന് എടുത്ത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് ഇത് നമ്മുടെ ക്വാളിറ്റി ഇതാണ്. അതായത് ഇത് റോ വാട്ടറിന്റെ ക്വാളിറ്റി അറിയാലോ, മനസ്സിലായി. നമ്മളുടെ പ്രൊഡക്റ്റ് ഇപ്പൊ ഒന്ന് എടുത്ത് നോക്കി ഒന്നുകൂടി. കണ്ടോ എങ്ങനെയുണ്ട്? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ്. എന്താണ് പറയാനുള്ളത്? നമ്മുടെ വെള്ളത്തിന് എന്തായാലും കുഴപ്പം? എന്റെ വെള്ളത്തിന് ഒരു ജനുവരി തുടങ്ങി ഈ വെള്ളത്തിന്റെ കളറ് ഇതാ വരുന്നത്. മഴ സമയത്താണെന്നുണ്ടെങ്കിൽ തെളിയും. അപ്പൊ ഞങ്ങൾ തുണി അലക്കണതും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും എന്താ പറയാ, അലക്കണത് മുഴുവനും വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഈ കളറിലാ വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? വെള്ളം ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഓക്കെ. അപ്പൊ നമ്മളിലേക്ക് എത്തപ്പെടാനുള്ള കാരണം എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത്? നമ്മുടെ ഈ ഒരു കോണ്ടാക്ട് അങ്ങനെ കിട്ടിയത്? ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന വീട്ടിലെ ചേട്ടന്റെ അഭിപ്രായം ചോദിച്ചു. അപ്പൊ ആളുകളായിട്ട് കോണ്ടാക്ട് ആയതല്ലേ? ഓക്കെ, ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. അപ്പൊ കൂടാതെ നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഒന്നാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെ നീങ്ങണം. അപ്പൊ നിങ്ങൾക്ക് നല്ല വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അല്ലെങ്കിൽ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.